തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് പാതിവില തട്ടിപ്പിൽ ഏജന്റുമാരായ വീട്ടമ്മമാർ കൈരളി ന്യൂസിനോട് പറയുകയുണ്ടായി. പണം നൽകിയാണ് എല്ലാവർക്കും മെമ്പർഷിപ്പ് നൽകിയത്. തട്ടിപ്പിലേക്ക് മെമ്പർഷിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് ഈ തട്ടിപ്പിനൊപ്പം ചേർന്ന് ഇരയായവരാണ് ഈ വീട്ടമ്മമാർ, ഈ സ്ത്രീകൾ. അവർ പറയുന്നതാണ് നമ്മളിനി കേൾക്കേണ്ടത്. ഈ തുക സൂക്ഷിച്ചിരുന്നത് യൂണിറ്റുകളുടെ അക്കൗണ്ടിലായിരുന്നെന്നും ഏജന്റുമാർ പറയുന്നു. ഈ പണവും ഒടുവിൽ പ്രതി അനന്തകൃഷ്ണൻ വകമാറ്റിയെന്നും ഇവർ പറയുന്നുണ്ട്. അനന്തകൃഷ്ണൻ്റെ പാതിവില തട്ടിപ്പിൽ വീണുപോയത് പാവപ്പെട്ട വീട്ടമ്മമാരാണ്. ആളുകളെ ചേർത്ത് കഴിയുമ്പോൾ പണം ലഭിക്കുമെന്നുള്ളതായിരുന്നു ഇവർക്ക് ലഭിച്ച വാഗ്ദാനം. അത്തരത്തിൽ വഞ്ചിതരായ ഒരുപറ്റം വീട്ടമ്മമാർ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി മാറിയത്? പഴയ ചെയർപേഴ്സന്മാരായതുകൊണ്ട് ഞങ്ങളെ എളുപ്പം ഒരു ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. സമൂഹത്തിലേക്ക് നമുക്ക് പകുതി വിലയ്ക്ക് ഏത് സാധനങ്ങളും നമുക്ക് കൊടുത്ത് നല്ലൊരു ഇതിലേക്ക് മുമ്പോട്ട് അങ്ങനെ ഒരു നമുക്ക് പ്രോജക്റ്റ് തയ്യാറാക്കി മുമ്പോട്ട് നീങ്ങാമെന്നാണ് ആദ്യം നമ്മളെ അറിയിച്ചിരുന്നത്. ഈ ആളുകളെ ചേർക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് പൈസ മേടിക്കുകയായിരുന്നോ അതോ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുകയായിരുന്നു? ആളുകൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അനന്തകൃഷ്ണൻ തന്നിരിക്കുന്ന ഒരു രസീതുണ്ട്. അതിനകത്ത് നമ്മൾ കണക്കെഴുതി അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് 320 രൂപ ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നു. അത് ഞങ്ങളുടെ സീഡിനൊരു അക്കൗണ്ടുണ്ട്, ഞങ്ങളുടെ സൊസൈറ്റിക്ക് ഒരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഞങ്ങളിടും. അത് കഴിഞ്ഞ് ഓരോ ചിലവുകളും കാര്യങ്ങളും വരുമ്പോൾ സർക്കുലർ അനന്തകൃഷ്ണൻ്റെ ഓഫീസിൽ നിന്ന് വരും. അതനുസരിച്ച് ഞങ്ങൾ ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെൻസ് ആകുന്നതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടെ നടത്തിയ ഫെസ്റ്റിനെല്ലാം ഉള്ള ചിലവുകളെല്ലാം നമ്മൾ ഈ സീഡിനകത്തുനിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ടും ഞങ്ങളെക്കൊണ്ട് ഉപയോഗിപ്പിച്ചത്. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഞങ്ങൾ റിട്ടേൺ വെക്കാൻ ഇങ്ങേര് പറഞ്ഞിരുന്നു, എല്ലാവരോടും പറഞ്ഞു റിട്ടേൺ വെക്കാൻ. പൈസയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറേ പേര് വന്ന് റിട്ടേൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ആദ്യമേ ഈ പുള്ളി 3 ദിവസത്തേക്കകം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ജനങ്ങളുമായിട്ട് ഞങ്ങൾക്കാണല്ലോ സമ്പർക്കം. ആ ജനങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു 20 പ്രവൃത്തി ദിവസത്തേക്കകം നിങ്ങൾക്ക് പൈസ വരും എന്ന് പറഞ്ഞു. ഈ പുള്ളി ഞങ്ങളെ വീണ്ടും കബളിപ്പിക്കുന്നു. അന്നേരം പറയുന്നത് നമ്മുടെ ഫണ്ട് ഫ്രീസിംഗ് ആണ്, സാമ്പത്തികത്തിൻ്റെ ഞെരുക്കമുണ്ട്, അതെല്ലാം ശരിയായി വരുവാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പേഴ്സണൽ വരെ മെസ്സേജുകൾ ഇടുന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു, സാറേ എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിടക്കുന്ന പൈസ എടുത്ത് ഞങ്ങൾ ഇവർക്ക് റീഫണ്ട് ചെയ്യാം, ആ ഫണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സീഡിൽ കിടന്നിരുന്ന 10 ലക്ഷം രൂപയും കൂടെ ഇങ്ങേരുടെ അക്കൗണ്ടിലേക്ക് പോയി. തന്ത്രപരമായിട്ടത് അദ്ദേഹം വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ് കഷ്ടം. ഞങ്ങൾ അതിലും വീണ് പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലായിരുന്നെങ്കിൽ ഈ 10 ലക്ഷം രൂപയെങ്കിലും സാധാരണക്കാരായ മെഷീൻ അടച്ചവരുടെയും വാട്ടർ ടാങ്ക് അടച്ചവരുടെയും ഒക്കെ പൈസ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയേനെ. ബൈക്കിനടയ്ക്കുന്ന പൈസ അല്ലെങ്കിൽ മറ്റു നേരിട്ട് പ്രൊഫഷണൽ സർവീസിലേക്ക് ഗുണഭോക്താക്കൾ നേരിട്ട് അടയ്ക്കുമായിരുന്നു ചെയ്തിരിക്കുന്നത്. ഹോം അപ്ലയൻസസിൻ്റെ അതുപോലെ തന്നെയാണ്. ഇത് അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? അനന്തകൃഷ്ണൻ്റേത് അല്ല, ഇത് ഒരു സൊസൈറ്റിയുടെയാണ് എന്നുള്ളതാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. ഈ തട്ടിപ്പ് നടന്നപ്പോഴാണോ നിങ്ങൾ അറിയുന്നത് ഇത് അനന്തകൃഷ്ണൻ അക്കൗണ്ടായിരുന്നു എന്ന്? അതെ, ഞങ്ങൾ അന്നേരമാണ് അറിയുന്നത് അനന്തകൃഷ്ണൻ്റെ പേഴ്സണൽ അക്കൗണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഷീബായ് എന്ന് പറയുന്നൊരു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, സുമ അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ഞങ്ങളെ വിളിച്ച് ഫയർ ചെയ്ത് വെച്ച് നിങ്ങൾ മെമ്പർഷിപ്പ് എന്നാ കൂട്ടാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പൈസ എല്ലാം വാങ്ങിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കിതൊന്നും ഉപകരിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളെക്കൊണ്ട് ഇവരിവിടെ അവർക്ക് വരുന്ന എല്ലാ പോരായ്മകളും ഈ പൈസ ഇട്ട് നികത്താനായിട്ടുള്ള ശ്രമം കൂടിയായിരുന്നു അവർ നടത്തിയിരുന്നതെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം നമുക്ക് അനന്തുവിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോൾ ഈ ക്യാഷ് എല്ലാം നമുക്ക് തിരിച്ച് നിങ്ങളുടെ സീഡിലേക്ക് വരും എന്നാണ് ഞങ്ങളെ അപ്പോഴും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. വീട്ടുകാരൊക്കെ വീടിൻ്റെ വാതിൽ വന്ന് നിൽക്കുകയാണോ? എന്താ അവസ്ഥ? അവർ ശല്യം എന്ന് പറയാൻ പറ്റിയല്ല. അവരടച്ച പൈസ ഞാൻ വഴിയല്ലേ അടച്ചത് എന്നുള്ള ബുദ്ധിമുട്ട് കാരണം അവർ വന്നതാണ്. നമ്മളാകെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാതെയും എനിക്കും വിഷയമായി, അങ്ങനെ വീട്ടിലും വിഷയമായി, അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ അനന്തകൃഷ്ണൻ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് ഈ വീട്ടമ്മമാർ ഇപ്പോൾ കണ്ണീരോടെയാണ് കഴിയുന്നത്. കോട്ടയത്തു നിന്നും സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്. റൈറ്റ്, സനോജ് കൂടി ചേരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ സനോജ് തന്നെ പറയട്ടെ. സനോജ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ സീഡ് എന്ന് പറയുന്നൊരു സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ പശ്ചാത്തലം എന്താണ്? ആ സൊസൈറ്റിയും ആ സംഘവും പ്രതി അനന്തകൃഷ്ണനും തമ്മിലാണല്ലോ ഇടപാട്. അതിലൂടെയാണ് ഈ സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ടത്. അവർ പണം സമാഹരിച്ച് ഈ സീഡ് എന്ന് പറയുന്നൊരു ഏജൻസിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഈ പണം സമാഹരിച്ച് പ്രതിക്ക് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ശരത്ത്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കോട്ടയം
ജില്ലയിൽ ഇത്തരത്തിൽ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്ന വീട്ടമ്മമാർ, ഇങ്ങനെയുള്ള വീട്ടമ്മമാർ ഒന്നടങ്കം ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ എത്തിയതായിരുന്നു. 30-ലേറെ വീട്ടമ്മമാർ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് എത്തി പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവരെ നമ്മൾ സമീപിക്കുകയും ഇവർ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഈ സീഡ് എന്ന് പറയപ്പെടുന്നത് ഓരോ പഞ്ചായത്തിനും ഓരോ കോർഡിനേറ്റർമാരായിരുന്നു. അങ്ങനെ കോർഡിനേറ്റർമാരായി പ്രവർത്തിച്ച വീട്ടമ്മമാരാണ് നമ്മളുമായി അവരുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത്. ഈ സീഡിൻ്റെ നേതൃത്വത്തിൽ ഓരോ പ്രദേശത്തും ഓരോ സീഡാണ്. ഒരു പഞ്ചായത്തിലെ ഒരു കോർഡിനേറ്റർ എന്ന നിലയിലാണ് ഇവർ വീട്ടമ്മമാർ പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ കോർഡിനേറ്റർമാരായിരുന്നു ഈ വീട്ടമ്മമാർ. ഇവർക്കാണ് ഓരോ ആളുകളെയും ചേർക്കുന്നതിനുള്ള ചുമതല. അങ്ങനെ ആദ്യമായിട്ടൊരാൾ ചേരുമ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 320 രൂപയാണ്. ആ 320 രൂപയ്ക്ക് അവർ രസീത് നൽകും. ആ 320 രൂപ അവർ ഈ ഓരോ സീഡിൻ്റെ കീഴിലുള്ള അക്കൗണ്ടുകളിലാണ് സൂക്ഷിക്കുക. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 7 പഞ്ചായത്തുകളിലെ 7 വീട്ടമ്മമാരാണ് ഇപ്പോൾ അവരുടെ പ്രയാസങ്ങൾ പങ്കുവച്ചത്. ഇവർ സമാഹരിക്കുന്ന 320 രൂപ ഒരു പ്രത്യേക അക്കൗണ്ടിൽ സൂക്ഷിക്കും. അതിൻ്റെ പ്രവർത്തനം, ഈ സീഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യൂണിറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിനിയോഗിച്ചതിന് ശേഷം ബാക്കി ഏകദേശം പലവിധത്തിലുള്ള ആളുകളെ ചേർക്കപ്പെട്ടതിൻ്റെ ഭാഗമായി 10 ലക്ഷത്തിലേറെ രൂപ ഇവരുടെ ഈ സീഡിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അത് സീഡിൻ്റെ ചെലവുകൾക്കായിട്ട് സൂക്ഷിക്കാനാണ് അനന്തകൃഷ്ണൻ നൽകിയിരുന്നത്. പക്ഷേ ഈ വാഹനം കിട്ടാതെ വന്ന സാഹചര്യം, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കിട്ടാതെ വന്ന സാഹചര്യം, ആ സാഹചര്യത്തിലൊക്കെ നേരത്തെ ചേർന്ന് പണം കൊടുത്ത ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് ആളുകൾ എങ്ങനെ ബഹളം വയ്ക്കുന്നുണ്ട്, പണം എപ്പോൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ എപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് ഈ വീട്ടമ്മമാർ, അതായത് ഏജന്റുമാരായി പ്രവർത്തിച്ച നമ്മളുമായി ഇപ്പോൾ അവരുടെ പ്രയാസങ്ങൾ പങ്കുവച്ച ആ വീട്ടമ്മമാർ അനന്തകൃഷ്ണനോട് ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും അനന്തകൃഷ്ണൻ പലപ്പോഴും ഈ വാട്സാപ്പ് വഴിയാണ് ഇവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇത് കാണുന്നുണ്ടെങ്കിലും അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിരുന്നില്ല. പക്ഷേ പിടികൂടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സന്ദേശം വന്നിരുന്നു. അങ്ങനെ വീണ്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ 10 ലക്ഷം രൂപയും അവസാനം ഈ ഇച്ചിരി സാമ്പത്തികത്തിന് പ്രയാസമുണ്ട്, അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ 10 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ 10 ലക്ഷം രൂപ കൂടി അനന്തകൃഷ്ണൻ സ്വന്തം അക്കൗണ്ടിലേക്ക് വക മാറ്റി എന്നുള്ളതാണ് ഈ വീട്ടമ്മമാർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യം, നേരിട്ട് ആളുകളെ ചേർത്തത് ഇവരാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ പണം ചോദിക്കുന്നത് ഈ വീട്ടമ്മമാരോടുണ്ട്. ഈ ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ്? അതുകൂടി ഒന്ന് അന്വേഷിക്കണം. ഈ സീഡ് എന്ന് പറയുന്ന ഏജൻസി, ആ ഏജൻസിയാണ് ഈ സ്ത്രീകളെല്ലാം ഇതിൻ്റെ ഏജൻറ്റുമാരാക്കി മാറ്റിയത്. അപ്പോൾ ആ സംവിധാനത്തിന്, ആ സീഡ് എന്ന് പറയുന്ന ഏജൻസിക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. പ്രതി അനന്തകൃഷ്ണനുമായി ഒരു ധാരണയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തുക എന്നുള്ള അതിൻ്റെ നേതൃത്വത്തിൽ തലപ്പത്താരാണ് സനോജ്? ഇത് ഓരോരോ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ച് ഓരോ സീഡായിട്ടാണ് യൂണിറ്റുകളെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 7 പഞ്ചായത്തുകളുണ്ടെങ്കിൽ 7 സീഡുകളാണുള്ളത്. അങ്ങനെയല്ല, ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഏറ്റവും അധികം പരാതികൾ ഉണ്ടായിട്ടുള്ളത്. ഈരാറ്റുപേട്ടയിൽ ഏകദേശം 650ഓളം പരാതികൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ സ്ത്രീകളും ഇങ്ങനെ ഇത്തരത്തിൽ ഓരോ പ്രദേശങ്ങളിൽ ഓരോരോ സീഡുകളായി നിശ്ചയിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത് ഈ അനന്തകൃഷ്ണനാണ്. എല്ലാ സീഡുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതിലെ അഡ്മിനായിട്ട് ഈ അനന്തകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതും സനോജ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ എല്ലാം ആസൂത്രണം ഈ പ്രതി അനന്തകൃഷ്ണനാണെന്ന് പറയുമ്പോഴും താഴെത്തട്ടിലേക്ക് ഇറങ്ങി ആളുകൾക്ക് ഈ വിധം ആളുകളെ ആകർഷിക്കാൻ കഴിയും വിധം ഇയാൾക്കൊരു വലിയ സ്വീകാര്യത ആരൊക്കെ ഏർപ്പെടുത്തി കൊടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഈ അന്വേഷണത്തിൽ ഇനി വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ സ്ത്രീകൾ പറഞ്ഞ ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇപ്പോൾ നടന്നു വരുന്ന അന്വേഷണത്തിൻ്റെ ആ അന്വേഷണ സംഘത്തിന് വളരെ വിലപ്പെട്ടതാണ് ഇവരുടെ എങ്ങനെയൊക്കെ അവർ ചതിക്കപ്പെട്ടു, ഏതൊക്കെ തരത്തിലാണ് തങ്ങളെയൊക്കെ ഈ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത്, അതിൽ അനന്തകൃഷ്ണനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, ആരെയൊക്കെ വിശ്വസിച്ചാണ് ഈ പ്രതി പറഞ്ഞത് കേട്ട് തങ്ങൾ അവർക്കൊപ്പം ചേർന്നതെന്നൊക്കെയുള്ളത് അന്വേഷിക്കേണ്ടത് ആ സംഘമാണ്. അതിലേക്ക് പോകാനുള്ള വിപുലമായ അന്വേഷണ സംഘം വരികയും ചെയ്തിട്ടുണ്ട്. ശരി സനോജാണ് പ്രധാനപ്പെട്ട ഈ വിവരം രാവിലെ നമ്മളുമായി പങ്കുവച്ചത്.